നമസ്കാരം. ഇന്ത്യ ആയുധ വികസനത്തിലും ആയുധ കയറ്റുമതിയിലും ഇതുവരെ കാണാത്ത വേഗത്തിൽ മുന്നേറുന്നു എന്നത് സംശയമില്ലാത്ത യാഥാർത്ഥ്യമാണ്. ആത്മനിർഭർ ഭാരത് എന്ന മുദ്രാവാക്യത്തിന്റെ ചുവട് പിടിച്ച് ഡ്രോൺ സാങ്കേതിക വിദ്യ മുതൽ മിസൈൽ സംവിധാനത്തിൽ വരെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്ന നിരവധി നേട്ടങ്ങൾ നമ്മുടെ രാജ്യം സ്വന്തമാക്കി കഴിഞ്ഞു. പ്രതിരോധ കയറ്റുമതി കണക്കുകൾ ഉയരുന്നു. അന്താരാഷ്ട്ര ആയുധ വിപണിയിൽ ഇന്ത്യയുടെ പേര് ശക്തമായി ഉയർന്നു വരുന്നു. പക്ഷേ ഈ തിളക്കമുള്ള കണക്കുകൾക്കും പ്രചരണങ്ങൾക്കും പിന്നിൽ മറഞ്ഞുകിടക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. രാജ്യത്തിന്റെ സൈനിക സംവിധാനം തന്നെ ഗുരുതരമായ ഒരു പ്രതിസന്ധി നേരിടുകയാണെന്ന ഭയപ്പെടുത്തുന്ന വലിയ യാഥാർത്ഥ്യം. രാജ്യത്തിന്റെ ആയുധ വികസനവും കയറ്റുമതിയും ഒക്കെ മുൻപില്ലാത്ത വിധം വേഗത്തിൽ നടക്കുന്നുണ്ടെങ്കിലും സൈനിക സംവിധാനം വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. ആധുനിക യുദ്ധമുഖത്ത് ഇന്ത്യ നേരിടുന്ന ഘടനാപരമായ ബലഹീനതകൾ അമേരിക്കൻ സൈന്യത്തിന് സമാനമാണ്. എന്നാൽ US ഇല്ലാത്തതും ഇന്ത്യക്ക് മാത്രമായി ഉള്ളതുമായ പ്രതിസന്ധികളാണ് പ്രശ്നങ്ങൾ ഗുരുതരമാക്കുന്നത്. ആയുധ സംഭരണത്തിലെ അനന്തമായി നീളുന്ന പ്രക്രിയകൾ മുതൽ പ്രതിരോധ മേഖലയിലെ നിക്ഷേപത്തിൽ ഉണ്ടാകുന്ന കുറവുകൾ വരെ അതിന് ഉദാഹരണങ്ങളാണ്. US അതിന്റെ ഭൗമ സാഹചര്യങ്ങൾ കാരണം ഇത്തരം വീഴ്ചകളെ ഒരു പരിധി വരെ അതിജീവിക്കാൻ സാധിക്കും. കാരണം അവർ എതിരാളികളായി കാണുന്ന രാജ്യങ്ങളുമായി നേരിട്ട് അതിർത്തി പങ്കിടുന്നില്ല. എന്നാൽ വടക്കും കിഴക്കും പടിഞ്ഞാറും പ്രശ്നക്കാരായ അയൽ രാജ്യങ്ങളുമായി നേരിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യക്ക് ഇത്തരം വീഴ്ചകൾ അത്യന്തം അപകടകരമാണ്. നവീകരണ പ്രവർത്തനങ്ങൾ കേവലം നാമമാത്രമായ മാറ്റങ്ങളല്ല, അടിസ്ഥാനപരമായ ഉടച്ചുവാർക്കലാണ് വേണ്ടത്. രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ അപകടത്തിലാക്കുന്ന ബലഹീനതകൾ ചൂണ്ടിക്കാട്ടി പ്രതിരോധ വിദഗ്ധർ പലപ്പോഴായി മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. സൈന്യത്തിലെ മനുഷ്യശേഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, റിക്രൂട്ട്മെന്റ് പ്രക്രിയയിൽ വന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഹ്രസ്വകാല സേവന മാതൃകകൾ സൈന്യത്തിന്റെ ദീർഘകാല ശേഷിയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. വർഷങ്ങളോളം പരിശീലനം നൽകി യുദ്ധപരിചയമുള്ള സൈനികരെ സൃഷ്ടിക്കേണ്ട സേനയിൽ കുറച്ചുകാലം സേവനം ചെയ്ത് മടങ്ങുന്ന യുവാക്കളെ ആശ്രയിക്കുന്നത് യഥാർത്ഥ യുദ്ധ സാഹചര്യങ്ങളിൽ എത്രത്തോളം ഫലപ്രദമാകുമെന്നത് സംശയമാണ്. അനുഭവ സമ്പത്ത് നഷ്ടപ്പെടുന്നതിന്റെ ആഘാതം ഒരു യുദ്ധം നടന്നാൽ മാത്രമേ രാജ്യത്തിന് പൂർണ്ണമായി മനസ്സിലാവൂ. ആയുധങ്ങൾ എത്ര ആധുനികമായാലും അവ കൈകാര്യം ചെയ്യുന്ന മനുഷ്യരുടെ ആത്മവിശ്വാസവും സുരക്ഷയും ഉറപ്പില്ല എങ്കിൽ സൈന്യം ശക്തമാകില്ല. ശമ്പള പരിഷ്കാരങ്ങളിലെ വൈകിപ്പിക്കൽ, പെൻഷൻ വിഷയങ്ങളിലെ അനിശ്ചിതത്വം, മുൻ സൈനികർ ഉയർത്തുന്ന പരാതികൾ ഇവയൊക്കെ ഭരണകൂടം വലിയ ഗൗരവത്തോടെ കാണേണ്ട വിഷയങ്ങളാണ്. അതിർത്തികളിൽ കഠിന സാഹചര്യങ്ങളിൽ ജീവൻ പണയപ്പെടുത്തി സേവനം ചെയ്യുന്ന സൈനികർക്കും അവരുടെ കുടുംബങ്ങൾക്കും സുരക്ഷിതമായ ഭാവി ഉറപ്പാക്കാതെ ശക്തമായ സൈന്യം എന്ന ആശയം പൂർണ്ണമാകില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെയും ലോജിസ്റ്റിക് സംവിധാനങ്ങളുടെയും യാഥാർത്ഥ്യവും ഭയപ്പെടുത്തുന്നതാണ്. പുതിയ ആയുധങ്ങൾ വാങ്ങുന്നതും നിർമ്മിക്കുന്നതും വാർത്തകളിൽ വലിയ തലക്കെട്ടാകുമ്പോൾ അതിർത്തി പ്രദേശങ്ങളിലെ റോഡുകൾ, താമസ സൗകര്യങ്ങൾ, മെഡിക്കൽ സംവിധാനങ്ങൾ എന്നിവയുടെ ദയനീയാവസ്ഥ പലപ്പോഴും മറവിയിലാകും. ലഡാക്ക് മുതൽ വടക്കുകിഴക്കൻ മേഖലകൾ വരെ സൈനികർ ഇന്നും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവിനെ കുറിച്ച് പരാതി ഉന്നയിക്കുന്നുണ്ട്. ആയുധങ്ങൾ മാത്രം മതിയാകില്ല, അവ വിനിയോഗിക്കാൻ ആവശ്യമായ സമഗ്ര സംവിധാനമാണ് സൈന്യത്തിന്റെ യഥാർത്ഥ ശക്തി. സിവിൽ മിലിറ്ററി ബന്ധങ്ങളിലെ പാളിച്ചകളും മറച്ചുവെക്കാൻ കഴിയാത്ത സത്യങ്ങളാണ്. സൈനിക തീരുമാനങ്ങളിൽ രാഷ്ട്രീയ ഇടപെടൽ വർദ്ധിക്കുന്നുവെന്ന വിമർശനം ശക്തമാണ്. സൈന്യത്തിന്റെ പ്രൊഫഷണൽ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടാതെ പോയാൽ തന്ത്രപരമായ തീരുമാനങ്ങൾ രാഷ്ട്രീയ ലാഭനഷ്ടങ്ങളുടെ കണ്ണിലൂടെ മാത്രം കാണപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ഇത് ദീർഘകാലത്തിൽ ദേശീയ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാവും. പ്രതിരോധ ബജറ്റിന്റെ വിനിയോഗത്തിലുമുണ്ട് എടുത്തു പറയേണ്ട അപാകതകൾ. ബജറ്റ് കണക്കുകളിൽ വർധനവ് കാണുമ്പോഴും അതിന്റെ വലിയൊരു പങ്ക് ശമ്പളവും പെൻഷനും തീർക്കാനാണ് പോകുന്നത്. നവീകരണത്തിനും ഗവേഷണത്തിനും പരിശീലനത്തിനും ആവശ്യമായ തുക പലപ്പോഴും അപര്യാപ്തമാണ്. ആഭ്യന്തര ആയുധ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുമ്പോൾ തന്നെ ഗുണനിലവാരവും സമയബന്ധിതമായ വിതരണം ഉറപ്പാക്കുന്നതിലും ചില പദ്ധതികൾ പിന്നോക്കം നിൽക്കുന്നു. വൈകിയെത്തുന്ന ആയുധങ്ങൾ യുദ്ധസമയത്ത് ഉപകാരപ്പെടില്ല എന്ന സത്യം മറക്കരുത്. ഇതെല്ലാം ചേർന്നാൽ ഒരു വിരോധാഭാസം വ്യക്തമാകുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇന്ത്യ ശക്തമായ സൈനിക രാഷ്ട്രമായി ഉയർന്നുവെന്ന് തോന്നാം. പക്ഷേ ഉള്ളിൽ സൈനിക സംവിധാനത്തിന്റെ അടിത്തറയിൽ തന്നെ വിള്ളലുകൾ രൂപപ്പെടുകയാണ്. ആയുധ കയറ്റുമതിയിലെ റെക്കോർഡുകളും പ്രതിരോധ പ്രദർശനങ്ങളിലെ തിളക്കവും മാത്രം രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കില്ല. സൈനികരുടെ ജീവിത നിലവാരം, പരിശീലനത്തിന്റെ ഗുണനിലവാരം, അനുഭവ സമ്പത്തിന്റെ സംരക്ഷണം, അടിസ്ഥാന സൗകര്യങ്ങളുടെ ശക്തിപ്പെടുത്തൽ ഇവയൊക്കെയാണ് യഥാർത്ഥ ശക്തിയുടെ അടയാളങ്ങൾ. രാജ്യം ഈ യാഥാർത്ഥ്യം നേരിട്ട് അംഗീകരിച്ചാൽ മാത്രമേ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയൂ. പ്രശ്നങ്ങൾ മറച്ചുവെച്ച് പ്രചരണങ്ങളിൽ മുഴുകുന്നത് അപകടകരമാണ്. ശക്തമായ സൈന്യം എന്നത് ആയുധങ്ങളുടെ എണ്ണത്തിലല്ല, ആ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്ന മനുഷ്യരുടെ എണ്ണത്തിലും സംവിധാനങ്ങളുടെ ശക്തിയിലുമാണ്. ഈ സത്യം മനസ്സിലാക്കാതെ മുന്നോട്ട് പോയാൽ അതിവേഗ ആയുധ വികസനത്തിന്റെ മറവിൽ ഒരു ദുർബലമായ സൈനിക സംവിധാനം രൂപപ്പെടുന്ന അവസ്ഥയിലേക്കാണ് രാജ്യം നീങ്ങുക. അത് അത്യന്തം ഭയപ്പെടേണ്ട ഒന്നാണെന്ന് മറക്കരുത്.